മലയാളി ഫ്രം ഇന്ത്യ കാണാൻ പോയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കിയാലോ. നമ്മൾ പടം കാണാൻ വേണ്ടി വന്നിട്ടുള്ള തൃശ്ശൂരിലെ ഗിരിജ തിയേറ്ററിലാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ നീമ്പോളിയുടെ പടം ഇവിടെ കണ്ടിട്ടുള്ളത് പ്രേമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മലയാളി ഫ്രം ഇന്ത്യ ആണ് കാണാൻ പോണത്. ഗൈസ് അപ്പൊ പടത്തിന്റെ ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തി തുടങ്ങി. പടത്തിനെ കുറിച്ചുള്ള റിവ്യൂ പറയാനുണ്ടെങ്കിൽ ഡീറ്റെയിലായിട്ട് പറയാനുണ്ട്. അപ്പൊ നമുക്കത് അവിടെ പോയിട്ട് കാണാം. ഗൈസ് അപ്പൊ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ പടം കണ്ടു വന്നിട്ടുണ്ട്. പടത്തിന്റെ റിവ്യൂ തിയേറ്ററിൽ വെച്ച് നിർത്തില്ല, കാരണം നിറച്ച ആൾക്കാരായിരുന്നു, ഫസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ പടത്തെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിലല്ലോ, കുറച്ച് നാളുകളായിട്ട് നീമ്പോളിൽ നമ്മൾ നല്ലൊരു പടം കണ്ടിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇതൊരു അടിപൊളി പടം തന്നെയായിരിക്കും ഗൈസ്. പിന്നെ നമ്മൾ ഈ പടം കാണാൻ വേണ്ടി പോയിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ്. ഫാമിലീസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അതായത് നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും നന്നായിട്ട് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഇരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അതായത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഒരു ഹാസ്യവൽക്കരിച്ച് അതൊരു വേറെ ലെവലിലൂടെയാണ് ആ ഒരു കഥ കൊണ്ടു നോക്കുന്നത്. നീമ്പോളിയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തിരിച്ചു പറയാൻ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പടത്തിനെ. അപ്പൊ ഇതെല്ലാവരും തിയേറ്ററിൽ